ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമഗ്രത എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 9-ാം വാക്യം. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടുവരും. ദൈവമുൻപാകെ നാം സത്യവും നേരുള്ളവരുമായിരിക്കണം എന്ന ആശയം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലുടനീളം ഊന്നിപ്പറയുന്നു. എന്താണ് സമഗ്രത? സമഗ്രത എന്ന വാക്ക് സാധാരണമായി സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പൂർണ്ണമായ വിശ്വാസ്യതയുടെ സവിശേഷതയാണ്. അസത്യങ്ങളില്ലാതെ ജീവിക്കുക എന്നത് ഒരു മികച്ച ഗുണമാണ്. അത് സത്യസന്ധതയെയും നീതിയെയും സൂചിപ്പിക്കുന്നു. സത്യസന്ധതയോടെ ജീവിക്കുന്നവരിൽ നല്ല ഫലങ്ങൾ ലഭിക്കും. അവർ ഒരിക്കലും മറ്റുള്ളവരെ വഞ്ചിക്കുകയോ ചെയ്യില്ല. അതിനാൽ സത്യസന്ധതയുള്ളവർ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും വിവേകത്തോടെ പ്രവർത്തിക്കും. കർത്താവ് നമ്മിൽ ഓരോരുത്തരിലും അത്തരം സമഗ്രത പ്രതീക്ഷിക്കുന്നു. നോഹ തന്റെ തലമുറയിലെ എല്ലാ ജനങ്ങളുടെയും ഇടയിൽ തികഞ്ഞ ജീവിതം നയിച്ചു. അതുകൊണ്ടാണ് നോഹ കർത്താവിന്റെ ദൃഷ്ടിയിൽ കൃപ കണ്ടെത്തിയത്. ഇത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. മറ്റെല്ലാവരും പാപത്തിലും അകൃത്യത്തിലും ജീവിക്കുന്നവരായിരുന്നു. അവരുടെ ഹൃദയത്തിലെ ചിന്തകളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിരന്തരം തിന്മ മാത്രമായിരുന്നു. അതിനാൽ അവരെ നശിപ്പിക്കാൻ കർത്താവ് തീരുമാനിച്ചപ്പോൾ അവൻ നീതിമാനായ നോഹയെ പെട്ടകത്തിൽ സംരക്ഷിച്ചു. അതുപോലെ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ, ഞാൻ സർവശക്തനായ ദൈവമാണ്, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. അവരുടെ പ്രവൃത്തികൾ അവർ പറയുന്നതിനോട് പൊരുത്തപ്പെടുന്നില്ല. അവർക്കൊരിക്കലും സത്യസന്ധമായ ജീവിതം നയിക്കാൻ കഴിയില്ല. പ്രസംഗിക്കുന്ന പലരും സ്വന്തം പഠിപ്പിക്കലുകൾ പിന്തുടരുന്നില്ല, കാരണം അവരിൽ സത്യസന്ധതയില്ല. അനേകം വിവാഹങ്ങൾ ക്രമീകരിച്ച ഒരു വ്യക്തിയുടെ ദാമ്പത്യ ജീവിതം പരാജയമായി അവസാനിച്ചു. പ്രാഥമികമായി അവനിൽ സത്യസന്ധതയില്ലായിരുന്നു. പല മനഃശാസ്ത്രജ്ഞനും സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. പല സാമ്പത്തിക വിദഗ്ധരും അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്, കാരണം അവരുടെ ജീവിതത്തിൽ സത്യമോ നന്മയോ ഇല്ല. എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും അവർക്ക് സത്യസന്ധത ആവശ്യമാണ്. സത്യസന്ധതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയൂ. മഹാനായ പ്രഭാഷകനായ സ്പർജൻ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എഴുതി ഇനി പറയുന്ന വാക്കുകൾ: ഒരു പ്രധാനമന്ത്രിയുടെ ജീവിതം സന്തോഷകരമായിരിക്കാം, എന്നാൽ നിങ്ങൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റണമെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതം ജ്ഞാനത്താലും ശക്തമായ തൂണുകളാലും കെട്ടിപ്പടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിട്ട് സമഗ്രത തേടുക. മനുഷ്യരുടെ മുൻപിലും ദൈവം മുൻപാകെയും സത്യസന്ധമായി ജീവിക്കാൻ ഉറച്ച തീരുമാനമെടുക്കുക. അപ്പോൾ നിങ്ങൾ നീതിമാൻ എന്ന് വിളിക്കപ്പെടും. ദൈവമക്കളെ, നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ വിശ്വസ്തരാണെങ്കിൽ കർത്താവ് നിങ്ങളെ പലതിന്റെയും ഭരണാധികാരിയാക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ആവർത്തന പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 43, 44, 45 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 27 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.